വൈദ്യരത്നം കുങ്കുമാതി തൈലം. കുങ്കുമത്തിനൊപ്പം തിളങ്ങട്ടെ സൗന്ദര്യം. ഓഗസ്റ്റിൽ അഹാന വിവാഹിതയാകുന്നു എന്നൊരു വാർത്ത കണ്ടു. കല്യാണം 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 കല്യാണം. അമ്മു എന്താണ് മറുപടി? അതൊക്കെ നടക്കും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. അമ്മയുടെ ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ഡയലോഗ് എന്താണ്? ഒന്ന് പോയി പോയിത്തരോ മാത. എനിക്ക് തലവേദന തരല്ലേ. Can you just leave me alone for a second? കുക്കിങ്ങിന്റെ നാക്കില്ലെന്ന് പറഞ്ഞാലേ ഈറ്റിങ്ങിന്റെ നാക്ക് ഭയങ്കരമാണ്. അത് ഞാൻ ജനിച്ച് വന്നപ്പോ തൊട്ടേ എന്ത് തന്നാലും കഴിക്കും. അമ്മ ഇപ്പോഴും പറയും, ഞാൻ ജനിച്ച് പുറത്ത് വന്ന് ആദ്യമായിട്ട് അമ്മയുടെ പാല് കുടിക്കുന്നതോടൊപ്പം അമ്മയും അച്ഛനും കണ്ണു കളിപ്പോയി, ഈ കൊച്ചെന്താ ഇങ്ങനെ പാല് കുടിക്കുന്നത്, ഇതെന്താ വല്ല പട്ടിണി കിടന്നിട്ട് വന്നേക്കണം. അല്ല വീണ, ഞാൻ ഇന്ന് ഒരു ഇന്റർവ്യൂ കൂടെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ചാതേതാ അല്ല ഇത് കരൺ ജോഹർ ഞാനും വിളിക്കാം. ഞാൻ ഒരു നിമിഷേ കരൺ ജോഹർ വീണ പറഞ്ഞു ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു കുഴപ്പമില്ല, ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ, ഇന്നിനി വേറെ ഒരു പരിപാടി. അപ്പൊ വീണ വെച്ചാൽ വേറെ ഇനി ഇന്റർവ്യൂ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇനി വീണയുടെ കൂടിയേ ഉള്ളൂ. ഇനി അഥവാ മൊബൈൽ കരൺ ജോഹറിലും കോഫി വിത്ത് കരണിലും വിളിച്ചാൽ പോകും. അവിടെ യൂട്യൂബിന്റെ റവന്യൂ വരുമ്പോ 10 രൂപ കിട്ടുന്ന ആള് ഹൻസു ആണെന്ന് ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു, ഓക്കെ യൂട്യൂബ് മണി ഹാസ് കം, ടെൽ ഈച്ച് പേഴ്സൺസ് അമൗണ്ട് 10. അല്ല, ഞാൻ ഭയങ്കര കോളേജുള്ള ടൈമിൽ ഞാൻ ഭയങ്കര ഇനാക്റ്റീവ് ആയി. എക്സാം ഒക്കെ വരുമ്പോൾ 2 മാസമൊക്കെ ഞാൻ വീഡിയോ ഇടാതെയൊക്കെ. അപ്പൊ അമ്മ പറയും റവന്യൂ വന്നു. ഞാൻ പറയാം അതിൽ 10 രൂപ ബാക്കി വെച്ചിട്ട് ബാക്കി നിങ്ങൾ എടുത്തോക്കണം. വീട്ടിൽ മിക്കവാറും ഗോസിപ്പ് വാർത്തകൾ എത്തിക്കാറുള്ളത് അഹാന ഇഷാനി. കുറ്റം പറയാന്നല്ല, പക്ഷെ പറഞ്ഞോ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആയിരിക്കും, വല്ല പരിചയക്കാരുടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര എനിക്കങ്ങ് കോളേജ് എത്തിയപ്പോ അങ്ങ് പഠിക്കാനൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷാനി മാസ്റ്റർ ചേട്ടിലെ ഓസിയും ചേട്ടൻ. അപ്പൊ മിക്കവാറും നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും പോകും. നമ്മളിടയ്ക്ക് പറയും ഒരു 2 മാസത്തേക്ക് എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കാൻ പോയാലോ അങ്ങനെ. അപ്പൊ അമ്മ പറയും ഞാനും വരട്ടെ. കേൾക്കുന്നവര് വിചാരിക്കും പ്രത്യേകതരം ഒരു ജീവിതം പട്ടാണോ ഇവർക്കൊക്കെ. ഇനി പൂക്കളിൽ നിന്ന് കുറച്ച് പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലിയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആള് ഹൻസികയാണ്. ഈ ഹൻസിക ഈ സത്യം തിരിച്ചറിയുന്നുണ്ടോ? അത് കറക്റ്റ് ആയിരിക്കും, ഓമി ആയിരിക്കും. ഞാനാണോന്നോ? അല്ല, ആണ് പറയുക ആണ് എന്ന് അങ്ങനെ തന്നെ ആ ഒരു സത്യം ഹൻസുവിന് അറിയാമോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. വി ആർ ഓൾ നമ്മളൊരു ഫാമിലി ആയതുകൊണ്ട് നമ്മളെ ഫേമസ്. ഒരു കോംപ്ലിമെന്റ് ഇടുമ്പോ താങ്ക്സ് പറഞ്ഞങ്ങ് വിട്ടേക്ക്. ഞാൻ എപ്പോഴും സത്യമായിട്ട് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ദൈവം ഈ കൊച്ചിങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ആവാൻ ഇതിനെങ്ങനെയാണോ പറ്റുന്നതെന്ന് സത്യസന്ധമായിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. വെരി മച്ച്. അതെ, ഞാൻ കുഞ്ഞില് ജിംനാസ്റ്റിക്സിനൊക്കെ പോവായിരുന്നു. ആക്ച്വലി കുഞ്ഞിന് അതുകൊണ്ടല്ല ഞാൻ ഫ്ലെക്സിബിൾ ആയത്. പഴയ ജിംനാസ്റ്റിക്സ് എപ്പോഴും എല്ലാ സ്ഥലത്തും പോകുന്ന ഡയലോഗ്. കാരണം ജിംനാസ്റ്റിക്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തേ? അത് അന്ന് സ്കൂളിൽ ഇറ്റ് വാസ് ലൈക്ക് 9th സ്റ്റാൻഡേർഡ് നമുക്ക് ബോർഡ് എക്സാം ഉണ്ടെന്ന് പറയുന്നൊരു കാലഘട്ടം. അപ്പം ഞാൻ അമ്മ എനിക്ക് ഇനി ട്യൂഷനൊക്കെ പോകണം, എനിക്ക് ജിംനാസ്റ്റിക്സ് ഒരു ഇത് അങ്ങനെ വന്നിട്ടായിരുന്നു. ഞാൻ ജിംനാസ്റ്റിക്സ് മാത്രമല്ല 2-3 വേറെ സംഭവത്തിന് പോകുന്നുണ്ട്, വേറെ ക്ലാസ്സസ് ഭരതനാട്യമൊക്കെ. അപ്പം സ്കൂള് ബോർഡ് എക്സാം എന്ന് പറയുന്ന പേരിലാണ് പിന്നെ പോയത്. പിന്നെ കോവിഡ് ഒക്കെ ആയപ്പോൾ തിരിച്ച് ക്ലാസ്സിന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനുമായി. അപ്പം പണ്ട് തൊട്ടേ എനിക്ക് സ്പ്ലിറ്റ് ഫ്ലെക്സിബിലിറ്റി കുറച്ച് ഉണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ ജിംനാസ്റ്റിക് ക്ലാസ് കൂടെ പോയതിന് ശേഷം കുറെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും കുറെ വീഡിയോസ് ഒക്കെ ഇടും. സത്യമായിട്ട് ഞാനൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ടൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷെ അത് ഹൻസുവിന് ഒരു ഗോഡ് ഗിഫ്റ്റഡ് സാധനം മാത്രമല്ല കേട്ടോ. ഹൻസു എഫേർട്ട് എടുത്താണ്. ഇപ്പൊ സ്പ്ലിറ്റ് ഇവള് ജനിച്ചതോട് സ്പ്ലിറ്റ് ചെയ്തോണ്ടിരിക്കും. ഭയങ്കര ആഗ്രഹമായിരുന്നു സ്പ്ലിറ്റ് പഠിക്കണം. അപ്പൊ ഇവള് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വോളിൽ മതിലിൽ ചാരി ഇരുന്ന് ബെഡിലിരുന്ന് അങ്ങനെ പതുക്കെ ചെയ്താണ് ഇവൾ ഈ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പൊ കാട്ടുവീലാണെങ്കിലും ഇവൾ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ ഹൻസു വിട്ടുകള വല്ല കൈയൊടിയോ കാലൊടിയോ അങ്ങനെ എന്തെങ്കിലും. ഇവള് അതിന്റെ ഓരോ സ്റ്റെപ്പായിട്ട് പഠിച്ച് ഒരു 3-4 മാസം എടുത്ത് പഠിക്കുന്നതാണ് കേട്ടോ. അത് ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യണം. ഈ ഹൻസുവിന് ഒരു സെക്കൻഡ് മദർ ആണല്ലേ അമ്മു? കാരണം ഒരു രക്ഷയില്ല അല്ലേ, അമ്മുവിന്റെ അടുത്ത് ഒരു പരിപാടി നടക്കൂല അതുള്ള ലൈനാണോ? എല്ലാരും അത് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ബന്ധം എന്ന് പറയുമ്പോ അമ്മു എപ്പോഴും ഭയങ്കര ക്യൂട്ട് സൗണ്ട് ഒക്കെ ഉണ്ടാക്കും. സെക്കൻഡ് മദർ ക്യൂട്ട് സൗണ്ട് ഉണ്ടാക്കും. അല്ല, അത് സംബന്ധിച്ച സെക്കൻഡ് മദർ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അമ്മുവിനെ മുന്നിൽ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ അങ്ങനെയല്ല. നമുക്കൊരു വേറൊരു സൈഡുണ്ട് ആൾക്കാർ കാണാത്തത്. അമ്മുവിനെ
കുഞ്ഞുട്ടിയായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാറുണ്ട്. അമ്മ ഒരു കുഞ്ഞുട്ടിയുടെ സൗണ്ട് ഒക്കെ കേട്ട്. അപ്പൊ ആൾക്കാരെപ്പോഴും പറയണേ അതെന്താ കുഞ്ഞുട്ടിയുടെ സൗണ്ട് അമ്മ ഒരിക്കലും കാണിക്കില്ല. അത് കാണിക്കില്ല. സെക്കൻഡ് മദർ ആ സീൻ ഉണ്ട്. അതായത് ചില സാഹചര്യങ്ങൾ ഇവൾ എന്നോട് പറയും just stop it, you're not my mother, അങ്ങനെ പറയുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ വരട്ടാറൊക്കെ ഉണ്ട്. അതുണ്ട് ഒരു സൈഡ്. പക്ഷെ എപ്പോഴും അങ്ങനെയല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നല്ല ഒരേ വൈബ് മൂഡില് ലൈക്ക് ഇപ്പൊ ഒരേപോലത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ഒരേപോലത്തെ കാര്യങ്ങൾ കണ്ട് എക്സൈറ്റഡ് ആവുന്ന ഒരു വൈബ് പിടിച്ച് നടക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ ഞാൻ ഈ പുറത്തൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിലും ഞാൻ വീട്ടിലൊരു ജോക്കറാണ്. അങ്ങനെ ഒരു ജോക്കർ സൈഡ് എനിക്കുണ്ട്. അതാണ് അവളിങ്ങനെ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ കോമഡി ഒക്കെ പറഞ്ഞ് വീട്ടിൽ മിമിക്രി ഒക്കെ കാണിച്ച് അത് വെളിയിൽ ഞാൻ അധികം വിളമ്പാറില്ല എന്ന് മാത്രം. അതാണ് ഞാൻ ഇന്ന് വിളിച്ചപ്പോഴത്തേക്ക് അല്ല വീണ ഞാൻ ഇന്ന് ഒരു ഇന്റർവ്യൂ കൂടെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ചാതേതാ അല്ല ഇത് കരൺ ജോഹർ ഞാൻ വിളിക്കാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു നിമിഷേ കരൺ ജോഹറിനെ കുറച്ചേരം കഴിഞ്ഞ ഓ ഇനി എന്തോ ഒരു ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു കുഴപ്പമില്ല, ഇനി ഇത് മാത്രമേ ഉള്ളൂ, ഇതിന് വേറെ ഒരു പരിപാടി. അപ്പൊ വീണ വെച്ചാൽ വേറെ ഇനി ഇന്റർവ്യൂ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി വീണടം കൂടിയേ ഉള്ളൂ. ഇനി അഥവാ മൊബൈൽ കരൺ ജോഹറിലും കോഫി വിത്ത് കരണിലും വിളിച്ചാ പോകും. അതല്ലാതെ ഇനി വേറെ ഒന്നുമില്ല. അങ്ങനെ അതൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചേ ഇത്ര ജോളിയായിട്ടുള്ള മറ്റൊരാൾ ഇതിനകത്തുണ്ട്, ഈ കലാഹൃദയം ഉണ്ടല്ലേ മറ്റൊന്നും. അങ്ങനെയുള്ള ഒരു അമ്മുവിനെ എപ്പോഴാ കാണാൻ പറ്റാറില്ല? അങ്ങനെയുള്ള അമ്മു ഇൻസിഡന്റ് ഹൻസിന് പറയാനുണ്ടോ? കോമഡി അമ്മു. കോമഡി അമ്മുവാണ് ഏറ്റവും കൂടുതൽ. ആക്ച്വലി വീട്ടിൽ എപ്പോഴും അമ്മു. പിന്നെ എസ്പെഷ്യലി ഓമി വരുമ്പോ ആ സൈഡ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഫൺ. അത് നമ്മൾ കാണിക്കാറില്ല പുറത്ത്. അങ്ങനെ ഒരു ഓർമ്മയിലുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഉണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ പറയാം അമ്മുന്റെ ഒരു ബേബി വോയിസ് ഉണ്ട്. ഓമിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓമി ലൈക്ക് വാക്ക് വെച്ച് ആക്ഷൻ കാണിക്കും. ഓമിക്ക് വേണ്ടി അമ്മ ഡബ് ചെയ്യും. സൂപ്പറാ. ഓമിക്ക് അമ്മ തമിഴിലൊക്കെ ഡബ് ചെയ്യും. ലൈക്ക് തമിഴിലെ മറ്റേ ഓമി ഹാഫ് തമിഴാണല്ലോ. അപ്പൊ നമ്മള് തമിഴ് ഡയലോഗ് ഒക്കെ അവന് വേണ്ടി പറയും. കുഞ്ഞു വോയിസില് അമ്മു എത്തൈ. അത് ഞാൻ പറയാൻ മനസ്സിലാവില്ല. അമ്മ കുഞ്ഞു വോയിസിൽ ഓമിക്ക് വേണ്ടി ഡബ് ചെയ്യുമ്പോഴാണ് സൂപ്പർ. ആക്ച്വലി അമ്മയുടെ ഒരു വ്ളോഗിലോ ഉണ്ടല്ലോ ഓമി മറ്റേ തരൂല എന്നൊക്കെ പറയണത്. അതൊക്കെ അമ്മ സൈഡിൽ നിന്ന് ഡബ് ചെയ്യുന്നത് ആ കുഞ്ഞു സൗണ്ടില്. ആ സൈഡ് പറയുമ്പോ അതൊരു തമാശ മനസ്സിലാവില്ല. എന്റെ മിമിക്രി ഒക്കെ കാണുമ്പോ ഇവർക്ക് കോമഡി ആയിട്ട് തോന്നും. അമ്മു അല്ല ഈ പറയാ ഓമീനെ കൊഞ്ചിക്കുന്നതിൽ ഏറ്റവും വലിയ കൊഞ്ചലുകാരി അമ്മു ആണോ? അമ്മു ഓമീനെ ഏറ്റവും കൂടുതൽ കൊഞ്ചിക്കാൻ ഈ പറഞ്ഞ പോലെ അമ്മുവാണ് ഓമീനെ മാക്സിമം മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മൾ വരെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അയ്യോ വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകും. ഓമിയുടെ കുറെ ഗോൾഡൻ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള അമ്മുവാണ്. ഓമി ആദ്യം ചിരിക്കുന്ന ഒരു വീഡിയോ, ഓമിയുടെ പേര് പറയുമ്പോൾ ചിരിക്കും. പിന്നെ ഓമിയുടെ കുറെ കോമഡി സാധനങ്ങൾ നമ്മള് ചിലപ്പോൾ വിറ്റ്നസ് നേരിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അമ്മു ഓമിയുടെ കുറെ ഫോട്ടോ, ഓമി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഫോട്ടോ അതൊക്കെ ക്യാപ്ചർ ചെയ്ത. അല്ല എന്നോട് കഴിഞ്ഞവണ കണ്ടപ്പോ ഇഷാനി പറയണേ, അതായത് ഓമി വെറുതെ ഇങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോ ഓമി ഗിറ്റാർ എല്ലാം അമ്മുവാ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഓമിയുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അമ്മ ഫോണിൽ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അന്ന് എഡിറ്റ് ചെയ്ത് ഓമി നിൽക്കുന്നു, ഓമി ഡാൻസ് പറക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കര കോമഡി സൈഡ് അമ്മുവിനുണ്ട്. അത് അമ്മു ഭയങ്കര എഫേർട്ട് ഇട്ടല്ല കോമഡി പറഞ്ഞത്. സ്ട്രേറ്റ് മുഖം വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും കോമഡി ഇങ്ങനെ സർപ്രൈസ് ഒക്കെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലായിരിക്കും. ഓമി ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും. ആ പാട്ടൊക്കെ ഇങ്ങനെ വീണ വായിക്കും. അതല്ലേ അങ്ങനെ ഇപ്പൊ ലൈഫ് മൊത്തത്തിൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര കളർഫുൾ ആയിട്ട് തോന്നിയോ? ഓമി വരുന്നു, നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, നമ്മൾ നമ്മുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. അങ്ങനെ നിങ്ങൾ രണ്ടാളാണെങ്കിലും അങ്ങനെ ഒരു ഭയങ്കര കളർഫുൾ ഒരു ഫേസിലാണോ ജീവിതം? ലൈഫ് ഇസ് ഗുഡ്. ഐ മീൻ ബാലൻസ്ഡ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് എത്ര സന്തോഷം ഉണ്ടെങ്കിലും അപ്പോഴും നമ്മളെ ബോദർ ചെയ്യുന്ന നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അതങ്ങനെയാണല്ലോ. ലൈഫ് ഇങ്ങനെ സന്തോഷമായിട്ട് മാത്രം മുന്നോട്ട് പോകത്തില്ല. അപ്സ് ആൻഡ് ഡൗൺസ് കാണും. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ചുറ്റുമുള്ളിടത്തോളം അതിനെക്കാട്ടിലും വലിയൊരു ഭാഗ്യം വേറെ ഇല്ല. അപ്പൊ എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ അങ്ങ് ഡീൽ ചെയ്ത് പോകും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഡെഫിനറ്റ്ലി there is lot to be grateful for in life. touch wood. നല്ലൊരു സമയത്താണ് ഇപ്പോൾ ലൈഫിലുള്ളത്. അത് വേറെ അതിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാവരും നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അത് സത്യമാണ്. അതായത് നമുക്കൊരു 30ാമത്തെ വയസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാറ് വാങ്ങാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു 100 പേരെ എടുത്താലും ഒരാൾക്കാർക്ക് അത് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ലൈഫിനോട് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളാണോ? വെരി 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 ഗ്രേറ്റ്ഫുൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എൻ്റെ അടുത്ത്
എന്താ പറയുക, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ആക്ച്വലി ഒരു 4-5 വർഷം മുമ്പ് തന്നെ ഞാൻ റിയലൈസ് ചെയ്തു. അതായത് എനിക്ക് എൻ്റെ ചുറ്റിനും നോക്കുമ്പോൾ എൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാർ, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അവർക്കും ഒരു വിഷമമായിട്ട് തോന്നുന്ന പോലത്തെ ആൾക്കാർ എൻ്റെ ചുറ്റിനും ഉള്ളത്, രാത്രി കിടന്നുറങ്ങുമ്പോൾ മനസ്സിലൊരു സമാധാനം, ഒരു ക്ലിയർ മൈൻഡോട് കൂടി കിടന്നുറങ്ങാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. ഓൾസോ ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം, ലൈക്ക് യു സെഡ്, നമുക്ക് നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് ഇൻകം ഉണ്ടായാൽ മാത്രം പോരാ, ഈ ഇൻകം വെച്ച് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമയം വേണം. ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ടൈം കയ്യിലുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട് എന്നുള്ളത് ഒരു ഭയങ്കര അതൊരു ഭാഗ്യമാണ്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ എന്തെങ്കിലും ഇഫ് സംതിങ് ഗോസ് റോങ് ചളം കുളം ആകാവുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ ഈ സമാധാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഇന്നുണ്ട് എന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യണം. കാരണം ഐ ഫീൽ ലൈക്ക് ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പോലെ നമുക്ക് വർക്ക് വരുന്നു അല്ലെങ്കിൽ ഫിനാൻസ് വരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, വാട്ട് ഇഫ് ഗോഡ് ഈസ് മേക്കിംഗ് യു എ ചാനൽ ടു ഹെൽപ്പ് സംബഡി. ഇപ്പം നമ്മളിലേക്ക് ദൈവം ഇത് കയറ്റിവിടുന്നത് അത് ആരിലേക്കെങ്കിലും എത്തിക്കാനാണെങ്കിലോ അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ഐ ഫീൽ ലൈക്ക് എവ്രിബഡി ഇൻ ദിസ് വേൾഡ് ഡിസേർവ്സ് എ ഗുഡ് ലൈഫ്. ഇപ്പോൾ ഈ സന്തോഷം അല്ലെങ്കിൽ എൻജോയബിൾ തിങ്സ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വലിയ മികവ് കാരണമല്ല, എന്തോ ഒരു ലക്കിലൂടെ അത് കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് വരുന്നത് കൊണ്ടാണ്. അപ്പം ഇപ്പം എനിക്കൊരു നല്ല സന്തോഷമുള്ളൊരു കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എൻ്റെ ചുറ്റിനും ഉള്ളവരും ഹാപ്പി ആയിരിക്കണം. അല്ലാതെ ഞാൻ ഹാപ്പി ആവുന്നത് കണ്ട് അവരെല്ലാവരും ജസ്റ്റ് കൈ അടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. ഇഫ് ഐ എം ഗെറ്റിംഗ് സംതിങ് ഹാപ്പി, ഐ ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് എവരിബഡി അറൌണ്ട് മീ ഓൾസോ ഗെറ്റ്സ് ഇറ്റ്. അപ്പോഴാണല്ലോ ഈ നമ്മുടെ ചുറ്റിനും ഉള്ളവർ ഹാപ്പി ആയാലാണ് നമുക്ക് ശരിക്കും ഹാപ്പി ആവാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ അങ്ങ് തട്ടിയൊക്കെ അങ്ങ് പോകുന്നു. ഹൻസികയുടെ ഒരു ആഗ്രഹം എന്താ? അതായത് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എന്ത് പഠിക്കണം എന്നൊരാഗ്രഹം ഉണ്ടോ, അതോ സിനിമ ഇൻഡസ്ട്രിയിലേക്ക്, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നുള്ളതാണോ? എന്താ ആഗ്രഹം? രണ്ടുമുണ്ട്. എനിക്ക് ഇപ്പൊ കോളേജ് ഇപ്പൊ കഴിഞ്ഞായിരുന്നു, ഗ്രാജുവേഷൻ ഫുൾ കഴിഞ്ഞിട്ടില്ല, ബട്ട് എക്സാംസ് കഴിഞ്ഞു. അത് എനിക്ക് ഇതും കഴിഞ്ഞിട്ട് പഠിക്കണം എന്നുണ്ട്. ബട്ട് ഐ വാസ് പ്ലാനിങ് ഒരു കുറച്ച് കാലം ഒന്ന് ബ്രേക്ക് എടുക്കുക എന്നുള്ള രീതിയിൽ. ബിക്കോസ് കോളേജ് ആകുമ്പോൾ എക്സാംസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ആകും, എനിക്ക് ഇങ്ങനെ സ്ലീപ്പൊക്കെ കുറവായിരിക്കും. അപ്പൊ എനിക്ക് ആ ഒരു സ്ട്രെസ്സിൽ സാധാരണ നമ്മളൊക്കെ കോളേജ് എത്തുമ്പോഴാണ് ഏറ്റവും കുറവ് പഠിക്കുക. ഞാൻ സ്കൂളിൽ പഠിക്കുമായിരുന്നു, പക്ഷെ ഭയങ്കര സീരിയസ് അല്ലായിരുന്നു. കാരണം എന്തുവാ, ലൈക്ക് മെയിൻ അറ്റൻഡൻസിന്റെ പ്രശ്നമൊന്നുമില്ലായിരുന്നു സ്കൂളിൽ. കോളേജ് എന്ന് പറയുമ്പോൾ അറ്റൻഡൻസിന് വേണ്ടിയായിരുന്നു ഞാൻ കോളേജിൽ എന്നും കൊണ്ടിരുന്നത്. ബിക്കോസ് അറ്റൻഡൻസിന്റെ മാർക്കിനൊക്കെ ബന്ധമുണ്ട്. സോ ഞാൻ കോളേജ് ഫസ്റ്റ് ഇയർ എത്തിയപ്പോൾ തന്നെ എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങ് കൂടി. പിന്നെ എനിക്കൊരു A ഗ്രേഡ് കിട്ടാനൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തൊട്ട് മുന്നത്തെ ഒരു സെമസ്റ്ററിൽ എനിക്ക് 0.2 ഞാൻ B ഗ്രേഡ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അടുത്ത സെമസ്റ്ററിൽ ഒത്തിരി പഠിച്ച് A ഗ്രേഡ് ഒപ്പിച്ചു. സോ എനിക്കങ്ങ് കോളേജ് എത്തിയപ്പോൾ അങ്ങ് പഠിക്കാനൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മയൊക്കെ പറയാറുണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യണം, എന്തായാലും ഞാൻ ചെയ്യും. പക്ഷെ അത് എന്നുള്ളൊരു സമയം എനിക്ക് കുറച്ചുകൂടെ ഡിസൈഡ് ചെയ്തിട്ട് പക്കയായിട്ട് പോകും. എനിക്ക് ഓഫ് കോഴ്സ് ആക്ടിങ്ങിലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അത് രണ്ടും കൂടെ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റിയാൽ ആഗ്രഹമുണ്ട്. രണ്ടിലും എനിക്ക് ഈക്വലി ഇൻട്രസ്റ്റ് ഉണ്ട്. സോ തൽക്കാലം ഒരു വർഷത്തേക്ക് ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമുക്ക് ഒന്ന് ഉറങ്ങണം ജീവിതത്തിൽ. കാരണം കോളേജ് പഠിക്കുമ്പോഴേക്കല്ലേ സാധാരണ എല്ലാവരും ഇങ്ങനെയൊക്കെ റിലാക്സ് ചെയ്ത് ഉറങ്ങിയൊക്കെ നടക്കുക. എല്ലാവരും കോളേജ് ലൈഫ് ഭയങ്കര, ഐ ഡോണ്ട് തിങ്ക് എല്ലാവർക്കും അത് ഒരുപോലെ ആയിരിക്കും. എനിക്ക് കോളേജ് എന്ന് പറയുമ്പോൾ ഇവള് എല്ലാ അസൈൻമെന്റും എല്ലാം ഇവള് ഓവർ സ്ട്രെസ് എടുക്കും. പക്ഷെ നമ്മൾ പറയും ഹൻസിക ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ഐ മീൻ ഇത്രയും ഓവർഡു ചെയ്യാതെ നമ്മൾ പറയും ഇപ്പം നിനക്കിത് പഠിച്ച് വലിയ ഡിഗ്രി ഇട്ടിട്ട് നിനക്ക് അതിന്റെ വല്ല റാങ്ക് വാങ്ങാനൊന്നും അല്ലല്ലോ, വിട്ടുകള ഇത്ര സ്ട്രെസ് എടുക്കാതെ. പക്ഷെ ഇവള് സ്ട്രെസ് എടുത്തെടുത്തപ്പോൾ ഇവക്ക് ഉറക്കം ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇനി ഒരു വർഷം ഒന്ന് ലൈഫിൽ റിലാക്സ് ചെയ്യണം, ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആക്കണം. അപ്പൊ അതുകൊണ്ട് ദിസ് ഇയർ ഒരു ബ്രേക്ക് എടുക്കാനാണ് ആഗ്രഹം. എന്തായാലും മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യും ഇനിയും. എന്തായിരിക്കും മാസ്റ്റേഴ്സ് എടുക്കുക? അതാണ് എനിക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് എന്തെങ്കിലും ഫുള്ളി ഡിസൈഡ് ചെയ്തിട്ട്, ആക്ച്വലി നമ്മുടെ വീട്ടില് ഇഷാനി മാസ്റ്റേഴ്സ് ചെയ്തിട്ടില്ല, ഓസിയും ചെയ്തിട്ട്. അപ്പൊ മിക്കവാറും നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും പോകും. കാരണം ഇഷാനി ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഞാൻ കോളേജ് കഴിയുമ്പോൾ ഇഷാനി ഇസ് ലൈക്ക് എന്തായാലും നന്നായി നമുക്ക് ഒരുമിച്ച് പോകാം. മിക്കവാറും ഞാനും പോകും കേട്ടോ. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത പക്ഷെ എനിക്ക് പഠിക്കാൻ ഇഷ്ടമെന്നല്ല, പക്ഷെ
എനിക്കൊരു സ്റ്റുഡൻറ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എണീറ്റ് എന്നും ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും പഠിക്കുക. അതിപ്പോൾ ഒരു ബേക്കിംഗ് ആണെങ്കിലും ശരി, എനിക്ക് ആ ഒരു സ്റ്റുഡൻറ് ലൈഫ് അങ്ങനത്തെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിടയ്ക്ക് പറയും ഒരു 2 മാസത്തേക്ക് എന്തെങ്കിലും കോഴ്സൊക്കെ പഠിക്കാൻ പോയാലോ അങ്ങനെ. അപ്പം അമ്മ പറയും ഞാനും വരട്ടെ. ഫുൾ ഫാമിലി നിങ്ങൾ ഫാമിലി ആക്ച്വലി 6 പേര് കേൾക്കുന്നവർ വിചാരിക്കും പ്രത്യേകതരം ഒരു ജീവിതം. അല്ല എന്നാലും എന്തായിരിക്കും ഹൻസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ കുക്കിംഗ് ക്ലാസ്സിലും അല്ല എനിക്ക് അല്ലാതെ പഠിക്കാൻ ഈ വേറെ കുറേ ആഗ്രഹമുണ്ട്. മറ്റേ നോട്ട് സ്റ്റഡിങ് റിലേറ്റഡ് ലേണിംഗ് കുറേ വേറെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റഡിങ് റിലേറ്റഡ് ആണെങ്കിൽ ഞാൻ കോളേജിൽ തന്നെ എനിക്ക് ഐ ഹാഡ് ദിസ് സെപ്പറേറ്റ് കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എനിക്ക് സ്കൂളിൽ ഞാൻ കോമേഴ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മാർക്കറ്റിങ്ങിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഞാനിനി പഠിക്കാൻ എടുക്കണമെന്നോ സിൻസ് ഐ ഓൾറെഡി നോ സംതിങ് അബൌട്ട് ഇറ്റ് അത് തന്നെ പഠിക്കണമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ കോളേജിൽ ഇംഗ്ലീഷാണ് എടുത്തത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ഫീൽഡിൽ എനിക്ക് പോകണമെന്ന് വലിയൊരു ഇതില്ല. ബിക്കോസ് കോളേജിൽ ഫുൾ പഠിച്ചിട്ടുണ്ട്. ഐ വോണ്ട് ടു ലേൺ സംതിങ് ന്യൂ. പക്ഷേ അത് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അതാണ് സംഭവം. അതായത് ഈ ആദ്യത്തെ ഇന്റർവ്യൂ എടുത്തപ്പോൾ 2 വർഷം മുമ്പായിരുന്നു ആദ്യത്തെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞല്ലേ, ആ സമയത്ത് അമ്മയും എന്നോട് പറഞ്ഞു അവിടെ യൂട്യൂബിന്റെ റവന്യൂ വരുമ്പോ 10 രൂപ കിട്ടുന്ന ആള് ഹൻസു ആണെന്ന്. ആ 10 രൂപ ഗ്രൂപ്പിലിടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കും ഓക്കെ യൂട്യൂബ് മണി ഹാസ് കം ടെൽ ഈച്ച് പേഴ്സൺസ് എമൗണ്ട് 10. അല്ല ഞാൻ ഭയങ്കര കോളേജുള്ള ടൈമിൽ ഞാൻ ഭയങ്കര ഇനാക്റ്റീവ് ആയി. എക്സാം ഒക്കെ വരുമ്പോൾ 2 മാസമൊക്കെ ഞാൻ വീഡിയോ ഇടാതെയൊക്കെ. അപ്പം അമ്മ പറയും റവന്യൂ വന്നു. ഞാൻ പറയും അതിൽ 10 രൂപ ബാക്കി വെച്ചിട്ട് ബാക്കി നിങ്ങൾ എടുത്തേക്കണം. അത് ഞാൻ ഭയങ്കര ഇനാക്റ്റീവ് ആയിരിക്കും യൂട്യൂബിൽ. പക്ഷേ ലാസ്റ്റ് ഇപ്പം 3rd ഇയർ ഒക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു. ഏതൊക്കെയോ മറ്റേ ടൈമിൽ എക്സാം ഒക്കെ വരുമ്പോൾ അത് ഞാൻ ചോദിക്കാൻ വരെടുത്ത 10 രൂപ എന്ന് പറയുന്ന ആ അമ്മുവിന്റെ ആ ഒരു ഭാവത്തെ മാറ്റിമറിച്ചോ എന്നുള്ളത്. അല്ല അത് ഇപ്പൊ ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ. ഇടയ്ക്ക് ഒരു പോയിന്റിൽ എൻ്റെ അക്കൗണ്ട് ഇങ്ങനെ ഡെഡ് ആയിട്ട് എടുക്കും. സബ്സ്ക്രൈബേഴ്സ് വന്ന് ചോദിക്കും, വ്യൂവേഴ്സ് ഒക്കെ വന്ന് ചോദിക്കും ലൈക്ക് എവിടെ വീഡിയോ എവിടെ ബ്ലോഗ് എവിടെ വേറെ യു എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കോളേജ് വ്ളോഗ്സ് ഒക്കെ ഇടും. കോളേജ് കാരണമായിരുന്നു ഞാൻ കുറേ ഇന്നാക്റ്റീവ് ആയത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറേ പേര് ചോദിക്കുക എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് സ്റ്റഡീസും സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത്. ആ മാനേജ് ചെയ്തതിലാണ് ഞാൻ കുറച്ച് സ്ട്രെസ്സായി, ഹെൽത്തൊക്കെ കുറച്ച് മോശമാണ്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഈ ഫുൾ ബ്രേക്കിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത്. എടാ എന്താ ഹെൽത്ത് മോശമായെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അത് ഉറക്കം കുറവാകുമ്പോൾ എനിക്ക് വേറെ തലവേദന മൈഗ്രെയിൻ അതെന്നും വരും. അത് കോളേജ് കാരണമൊന്നുമല്ല. കോളേജ് ഉള്ള ടൈമിൽ എനിക്ക് സ്ലീപ്പ് എൻ്റെ എപ്പോഴും കുറച്ച് ഇതാവും. അപ്പോൾ കോളേജിൽ പോകുമ്പോൾ തലവേദനയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതായിരുന്നു എനിക്ക് മെയിൻലി ശരിയാക്കേണ്ടത്, സ്ലീപ്പും പിന്നെ ഹെൽത്തും. അങ്ങനെ ടോപ്പിക് എവിടേക്ക് എത്തിയില്ല. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ മൈഗ്രെയിൻ ഇല്ലായ്മ അത് കാരണം വെയിറ്റ് കുറയുന്നു, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അങ്ങനെ അതെല്ലാവർക്കും മനസ്സിലായി. ഈ അഹാനയുടെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണുമ്പം ഈ പെർഫെക്ഷനിസം എന്താണെന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന വീഡിയോസാണ്. ഹൻസുവിൻ്റെ ഒക്കെ വീഡിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മളൊക്കെ എടുക്കുന്ന രീതിയിലുള്ള വ്ളോഗുകളാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അഹാനോട് പറഞ്ഞിട്ടുണ്ടോ അമ്മ എടുക്കണ പോലത്തെ ഒരു വീഡിയോ ഒരു ദിവസം ഞാൻ എടുക്കുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മൂൻ്റെ എഡിറ്റിംഗ് സ്കിൽസ് നമ്മൾ പണ്ടോട്ടേ ഞാൻ പുകഴ്ത്തായിരുന്നു. ആൻഡ് അതെൻ്റെ ഇൻസ്പിറേഷനുമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ എൻ്റെ വ്ളോഗിന് വലിയ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് എഡിറ്റ് ചെയ്യായിരുന്നു. അമ്മു എല്ലാ വ്ളോഗും മറ്റേ ഡീറ്റെയിൽഡ് ആയിട്ട് ലാപ്ടോപ്പിന് മുന്നിലെടുത്ത് ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യും, സൂപ്പറാക്കി. ലൈക്ക് ഒരു ഫിലിമിന് കാണുന്ന രീതിയിൽ അമ്മു എപ്പോഴും വ്ളോഗ് ചെയ്യണം. അപ്പോൾ എഡിറ്റിംഗ് ഞാൻ അമ്മൂത്തെ പണ്ടും ചോദിക്കാറൊക്കെ ഉണ്ട്. ചില ഡൗട്ടൊക്കെ അമ്മു ഇതൊക്കെ എങ്ങനെ ചെയ്യണം, അതൊക്കെ എങ്ങനെ ചെയ്യണം. സോ എഡിറ്റിംഗ് രീതിയിൽ പക്ഷേ ഇൻസ്റ്റഗ്രാം എഡിറ്റ്സിൽ ഞാൻ ഹൻസിക്കേൻ്റെ എഡിറ്റ്സിന്റെ ഫാനാണ്. ലൈക്ക് ഐ സീ ദീസ് എഡിറ്റ്സ് നമ്മളെ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ടു മച്ച് വർക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഇവള് മറ്റേ ചില ട്രാൻസിഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സ്ലോ മോഷൻ ആവും, ഇടയ്ക്ക് ഇങ്ങനെ ഫാസ്റ്റ് ആവും. അപ്പം അത് ഒരു മ്യൂച്വൽ ഒരു അഡ്മിറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഓവർ ദ ഇയേഴ്സ് എൻ്റെ ബ്ലോഗൊക്കെ മാക്സിമം അമ്മൂക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈലിൽ ഞാൻ എല്ലാ വീഡിയോനും ഇൻട്രോ ഒക്കെ ചെയ്യും. അപ്പം ഞാൻ ഓവർ ദ ഇയേഴ്സ് ഞാൻ ഭയങ്കര എഡിറ്റിംഗിൽ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അല്ലേ? പക്ഷെ എനിക്ക് ശരിക്കും അഹാനോട് ചോദിക്കണ്ടേ, എത്ര കാലം എടുത്ത ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്? കാലമൊന്നുമില്ല. ഇപ്പം ജപ്പാൻ വ്ളോഗൊക്കെ 1 വീക്ക് അത്രേ ഉള്ളൂ. പക്ഷെ അത് എങ്ങനെയാ അഹാന ഇങ്ങനെ ഇത്രയും മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു സാധനം പുറത്തു കൊണ്ടുവരാൻ പറ്റും? അല്ലാതെ ഞാൻ പറയില്ല. ചിലപ്പോൾ എൻ്റെ തലയൊക്കെ പൊട്ടിത്തെറിക്കും, അങ്ങനെ തോന്നും. പക്ഷെ ഞാൻ അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ഫൈനൽ പ്രോഡക്റ്റിനെ പറ്റി ഇങ്ങനെ സ്വപ്നം കാണും. എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര മനോഹരമായിരിക്കും അല്ലേ ഇതിരിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കറക്റ്റ്. അപ്പം നമ്മൾ അതിലെത്തണമെങ്കിൽ നമ്മളിപ്പോൾ ഇച്ചിരി ഇങ്ങനെ പാടുപെടണം. പക്ഷേ
ചിലപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ച് ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ രസമല്ലേ, ഇപ്പൊ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമല്ലേ, കുറച്ച് ഇൻഗ്രീഡിയൻസ് കൈ കൊടുക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഫൺ ലൈക്ക് പുട്ടിങ് ഇറ്റ് ഓൾ ടുഗെദർ ആൻഡ് മേക്കിംഗ് സംതിങ് നൈസ്. ഇപ്പൊ എനിക്ക് കുക്കിംഗ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തല ഇറങ്ങും പറ്റും എങ്ങനെ എനിക്കത്, കാരണം എനിക്ക് അതിന്റെ നാക്കില്ല. അപ്പം എനിക്കിതിലൊരു നാക്ക് ഉള്ളത് കാരണം ഇറ്റ്സ് ഫൺ ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും കുട്ടി കുട്ടി ഐഡിയാസ് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ എന്തോ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സ്കിൽ അവിടെ ഉള്ളപ്പോൾ അതിനെ അങ്ങ് ഉപയോഗിച്ച് ഈ കുക്കിങ്ങിന്റെ നാക്കില്ലെന്ന് പറഞ്ഞാലേ ഈറ്റിങ്ങിന്റെ നാക്ക് ഭയങ്കരമാണ്. ഒരു ഞാൻ എന്റെ വയറ് നിറഞ്ഞിരുന്നിട്ട് വെറുതെ ആഹാരയുടെ വീഡിയോ നോക്കിയാലേ അയ്യോ എനിക്ക് വിശന്നിട്ട് എന്ന് തോന്നുന്നു. അതെങ്ങനെ ഇത്ര ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്? ഞാൻ ജനിച്ച് വന്നപ്പോ തൊട്ടേ ഞാൻ അങ്ങനെയാണ്. അതായത് അമ്മ ഇപ്പോഴും പറയും, ഞാൻ ജനിച്ച് പുറത്ത് വന്ന് ആദ്യമായിട്ട് അമ്മയുടെ പാല് കുടിക്കുന്നതോടൊപ്പം അമ്മയും അച്ഛനും ഇങ്ങനെ കണ്ണ് കളിപ്പോയി, ഈ കൊച്ചെന്താ ഇങ്ങനെ പാല് കുടിക്കുന്നത്, ഇതെന്താ വല്ല പട്ടിണി കിടന്നിട്ട് വന്നേക്കോണം. അങ്ങനെ അത്ര ആർത്തിയോടെ ആയിരുന്നു ഞാൻ പാല് കുടിക്കുന്നത്. അപ്പം ഞാൻ കുഞ്ഞിലോട്ടെ അമ്മ ഇപ്പോഴും പറയും, അമ്മയ്ക്ക് എനിക്ക് ഫുഡ് തരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതിന് എന്ത് തരണ്ട, ഞാൻ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. കൊച്ചിലെ തൊട്ടേ ഫുഡിനോട്, അതിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് കണ്ടാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഒരു ബോള് പോലെയാണ് ഞാൻ ഇരുന്നത്. അപ്പം എനിക്ക് ഫുഡ് എന്തോ കുഞ്ഞിലോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്ത് തന്നാലും കഴിക്കും. അതെ, ഞാൻ ഓർക്കണ്ട മറ്റേ ഒരു ബിരിയാണി ഒരു വയസ്സ് സ്വന്തമായി തന്നു കേൾക്കുമ്പോ തള്ളായിട്ടൊക്കെ തോന്നുമെങ്കിലും അത് സത്യമാണെന്നാ തോന്നുന്നു. കാരണം അമ്മ അങ്ങനെ. അപ്പം എനിക്ക് ഒരു ഫുഡിനോട് ഒരു പരാതിയില്ല, എന്ത് തന്നാലും മൊത്തം നല്ല തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ട് ഇനിയും ചോദിക്കും. ആരുടെ വീട്ടിൽ കൊണ്ടുപോയാലും ഞാൻ വിശക്കുന്നു എന്ന് പറഞ്ഞ് അവരോട് ഫുഡ് ചോദിക്കും. അങ്ങനെ അപ്പം ഫുഡ് പണ്ടേ ഒരു ഹരമാണ്. പിന്നെ എനിക്ക് ഫുഡ് ആസ്വദിച്ചല്ലാതെ എനിക്ക് കഴിക്കാൻ അറിയില്ല. അതുകൊണ്ട് അത് സത്യമായിട്ടും അത് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആനയുടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്ളോഗ് വേണ്ട, വെറുതെ ഷോർട്സ് കണ്ടാൽ പോലും നമുക്കിങ്ങനെ അയ്യോ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചോറും വല്ല കരുവാട് കറിയും എനിക്ക് കഴിക്കുന്നത്. പക്ഷെ ഫുഡ് ആസ്വദിക്കാൻ പറ്റുന്നത് ഒരു വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ 4 മക്കളൊക്കെ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ പോലും പറയേ, അതായത് ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോൾ ഭയങ്കര ശ്രദ്ധയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. രണ്ടാമത്തെ എങ്ങനെങ്കിലും വളരട്ടെ എന്ന് പറയുമെന്ന് സത്യം. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഹൻസിക്ക് നിന്റെ അവസ്ഥയ്ക്ക് എന്തായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കംപ്ലൈന്റ് പറയാറുണ്ടോ? മറ്റേ നമ്മൾ 3 പേരും വളർന്നു, ഇച്ചിരി ഒന്ന് വളർന്നു എന്ന് പറഞ്ഞപ്പോ ഇഷാനിക്ക് 5 വയസ്സാണ്. പക്ഷെ എന്നാലും നമ്മളെല്ലാരും ഹൻസികയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് ഹൻസികയ്ക്ക് ഒരു ഫസ്റ്റ് കുട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ കെയർ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹൻസികയ്ക്ക് ബേബി ആയിരിക്കുമ്പോൾ കെയർ ചെയ്യാൻ ഇതേപോലെ ഓമിക്ക് ആൾക്കാർ ക്യൂ നിൽക്കുന്ന പോലെ. നമ്മുടെ വീട്ടിലൊരു വീഡിയോ ഉണ്ട്, ഹൻസികേനെ എടുക്കാൻ ഇഷാനിക്ക് കൊടുക്കാത്തത് കൊണ്ട് ഇഷാനി അലറി വിളിച്ച് കരയുന്നു. അങ്ങനെ അപ്പം ഹൻസികയ്ക്ക് ഐ തിങ്ക് എല്ലാ ഡയറക്ഷനിലും ഇനി കെയർ ഇച്ചിരി കൂടി പോയെങ്കിലേ ഉള്ളൂ. ആണോ? അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ വഴക്കിടുമ്പോഴോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏറ്റവും ഇളയ ആളായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ മൈൻഡ് കാര്യമായിട്ട് എടുക്കാറില്ല. ആ പ്രശ്നം ഉണ്ടോ? അത് പറയും, അമ്മ പറയും നീ 4മത്തെ അല്ലേ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഇടയ്ക്ക് കോമഡിക്ക് പറയാറുണ്ട്. എന്തുവാ അമ്മയ്ക്ക് 4 പിള്ളേരുണ്ട്, അമ്മയ്ക്ക് എല്ലാവരും ഇങ്ങനെ നോക്കാൻ പറ്റില്ല. ചില സിറ്റുവേഷനിൽ അമ്മ ഒരു കോമഡി രീതിയിൽ പറയും. ഞാൻ പറയും അമ്മ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം, അമ്മ ഞാൻ ഇളയതാന്ന് വെച്ചാൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെ കാര്യമൊക്കെ ഉണ്ടാകും. ഈ ചെറിയ കുട്ടിയാകുമ്പോൾ ഈ ചെറിയ കുട്ടി വലിയ കുട്ടിയായി എന്നുള്ളത് എല്ലാവർക്കും രജിസ്റ്റർ ആവില്ല. അതുകൊണ്ട് കൊച്ചുകുട്ടി പറയുന്ന എന്തോ പൊട്ടത്തരം എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്യും. ലൈക്ക് മേ ബി ഞാൻ പറയുന്ന കാര്യങ്ങളെ എല്ലാവരും ഇച്ചിരി കൂടി കാര്യമായിട്ട് എടുക്കും. ഞാൻ ആദ്യമേ വലിയ കുട്ടി ആയ കാരണം കാര്യമായിട്ട് എടുത്തത് അങ്ങനെയാണ്. ഇവളെ ഇപ്പോഴും മറ്റേ ഒരു 10 വയസ്സ് പോലെയാണ് കാണുന്നത്. അപ്പൊ ഇവള് പറയുന്ന കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പൊ ചിലപ്പോ ഇവള് പറയേണ്ടി വരും, അതായത് ഞാൻ വലുതായി, ഞാൻ പറയുന്ന കറക്റ്റ് ആണ്, ഞാൻ പറയുന്ന കാര്യമായിട്ട് എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവളുടെ റൈറ്റ്സിന് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യാറുണ്ട്. പാവം ആണല്ലേ? ഇനി ഞാൻ പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അതായത് അച്ഛൻ ഹൻസുവിനെ ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്ന ഒരു കാര്യം ഡാഷാണ്, ക്വിക്ക് ഫയർ റൗണ്ടാണ്. പ്രേ ചെയ്യണം, ലൈക്ക് ഗാർഡനിലൊക്കെ പോയി കുറച്ച് നേരം ഫോണൊക്കെ മാറ്റി വെച്ച് ഫ്രഷ് എയർ ഒക്കെ പോയി ബ്രീത് ചെയ്ത് ഗാർഡനിൽ പോയി, അതൊക്കെ എപ്പോഴും അച്ഛൻ പറയും, എന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. റിലേഷൻഷിപ്സിനെ കുറിച്ച് അമ്മ എപ്പോഴും പറയാറുള്ളത് ഡാഷാണ്, റെസ്പെക്ട് ഉണ്ടാവണം. റിലേഷൻഷിപ്പുകൾ അല്ലേ? എല്ലാ റിലേഷൻഷിപ്പിനും റെസ്പെക്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. വീട്ടിൽ മിക്കവാറും ഗോസിപ്പ് വാർത്തകൾ എത്തിക്കാറുള്ളത് ഡാഷാണ്. അഹാന ഇഷാനി ആണ്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ഗോസിപ്പ് കഥ ഏതാണ്? ഡെയിലി ഓരോരോ കാര്യം
നമ്മുടെയൊക്കെ തന്നെ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നതൊന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇരുന്ന് കുറ്റം പറയാന്നല്ല, പക്ഷെ we like to sit together and talk. പരദൂഷണം പറയാൻ ആർക്കും ഒരു ദോഷം ഉണ്ടാക്കുന്ന പരദൂഷണമല്ല. സത്യമാണ്. ഈ മറ്റേ അതറിഞ്ഞോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവരും കൂടി അങ്ങനെ സംസാരിക്കാനും പറ്റില്ല. നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുടെ കൂടെ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വല്ല പരിചയക്കാരുടെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും. അത് ഭയങ്കര സുഖമാണ്. അതൊരു നെഗറ്റീവ് കാര്യമല്ല. കാരണം ഇപ്പൊ നമ്മൾ ആരെങ്കിലും ദ്രോഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലും പറയുന്നത് ആർക്കെന്ത്, നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര സ്പിൽ ദ ടീ, വീണയുടെ നമ്മളിങ്ങനെ സ്പിൽ ദ ടീ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനും ഇഷാനിയാണ് മെയിൻ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞു വരുന്നത്. ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു ഗോസിപ്പ്, സ്വന്തമായിട്ട് കേട്ടിട്ടുള്ള, ഇപ്പൊ ഹൻസിനെ കുറിച്ച് ഹൻസ് തന്നെ കേട്ടിട്ടുള്ള ഒരു ഗോസിപ്പ് എന്താണ്? ഏത് കമന്റ്സ് പോലെ എങ്ങനെ വേണമെങ്കിലും എങ്ങനെയെങ്കിലും കേട്ട് ഞെട്ടിയ ഒരു ഗോസിപ്പ് ഉണ്ടാവുമല്ലോ. ഗോസിപ്പ് എന്ന് പറയുമ്പോൾ റൂമർ എന്നുള്ള രീതി. റൂമർ വോട്ടെവർ. റൂമർ ആവാം, ഇല്ലാത്ത ഒരു കാര്യം അല്ല. ഞാൻ എൻ്റെ എവിടെ ഒരു വീഡിയോ ഇട്ടാലും ആൾക്കാർ എപ്പോഴും പറയും ഞാൻ ക്യൂട്ട്നെസ് വാരി എറിയുവാണ്. ആക്ച്വലി ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ചുമ്മാ ചിരിച്ചാൽ വരെ ആൾക്കാർ അങ്ങനെ പറയും. സോ അതെപ്പോഴും ആൽജിക്ക് എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ അല്ലാതെ വേറെ എപ്പോഴും കാണാറൊന്നുമില്ല. ഇതാണ് എപ്പോഴും എൻ്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കാറ് മേടിച്ച സമയത്ത് എവിടെയോ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ആരോ ഇട്ട് കണ്ടു. ഓ ആക്ച്വലി ആരോ ഇങ്ങനെ പ്രൈസ് ചെയ്തിടുവാണോ, ഷീ ആക്ച്വലി ബോട്ട് ഇറ്റ് 30 കുഡോസ്. അപ്പോൾ ആരോ താഴെ കമന്റ് ചെയ്യുന്നുണ്ട്, അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും വീട്ടിലല്ലേ താമസിക്കുന്നത്, വേറെ ഒരു ചിലവും ഇല്ലല്ലോ, അപ്പോൾ ഇങ്ങനെ എന്തും ആവാമല്ലോ. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, എനിക്കൊരു 21 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആക്റ്റീവ് ഏർണിംഗ് മെമ്പറാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഒരു തോട്ട് ഉണ്ട്, അവരവരുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലല്ലേ, അപ്പോൾ അവർ ഉണ്ടാക്കുന്ന കാശെല്ലാം അക്കൗണ്ടിൽ ഇടുക, നമുക്ക് ഡ്രസ്സ് വാങ്ങാം, നമുക്ക് കാർ വാങ്ങാം. പക്ഷെ ആക്ച്വലി അതല്ല ഈ റിയാലിറ്റി നമ്മൾ പോയി ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ആക്ച്വലി നമ്മളെല്ലാവരും നമ്മൾ ഇപ്പം എനിക്കൊരു 21 ഇയേഴ്സ് ആയപ്പോൾ തൊട്ട് ആരും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. കംപ്ലീറ്റ്ലി എൻ്റെ എല്ലാ എക്സ്പെൻസും എൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ടി ആരും മേടിച്ചു തന്നിട്ടില്ല. എൻ്റെ വീട്ടിലത്തെ ചിലവിനും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വി ആർ ഓൾ ആക്റ്റീവ്ലി എന്താ പറയുക കോൺട്രിബ്യൂട്ടിങ് ടു ദ ഹൗസ് എക്സ്പെൻസസ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പം അങ്ങനെ ഒരു ഇത് ഞാൻ കേൾക്കാറുണ്ട്, ഇവർക്കൊക്കെ എന്തും ആവാലോ, അച്ഛൻ്റെ അമ്മയുടെ ചെലവിൽ ജീവിക്കുന്നവരില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഏയോ ഇതൊക്കെ ചീപ്പല്ലേ. ചിലടത്ത് റിപ്ലൈ വേറെ എന്തെങ്കിലും ശരിക്കും റിപ്ലൈ കൊടുക്കാൻ തോന്നുന്ന കോമഡി കമന്റ് ഒക്കെ കാണുമ്പോൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പം ആളുകൾ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്നത് വീട്ടിലെ ഈ ആളെയാണ്. മസ്റ്റ് ബി ഇഷാനി. ആക്ച്വലി ഇഷാനിക്ക് ഭയങ്കര ജാടയാണ്. അതെനിക്ക് തോന്നുന്നു ഇഷാനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് വരാറുണ്ട്. ദാറ്റ്സ് ക്വൈറ്റ് സാഡ്. കാരണം ഇപ്പോൾ ഒരാളൊരു ഇഷാനി അങ്ങനെ ഒരു ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ പെട്ടെന്ന് പുറത്തു പോയാൽ തുള്ളിച്ചാടി കയറി സംസാരിക്കുന്ന ഒരാളല്ല. ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി അങ്ങനെ സംസാരിക്കാൻ എനിക്ക് ഓക്കെയാണ്. ഐ ലൈക്ക് മേക്കിംഗ് കോൺവെർസേഷൻസ്. ഇഷാനി അങ്ങനല്ല. ഇഷാനി അത്ര കംഫർട്ടബിൾ അല്ല. ആൻഡ് ഐ തിങ്ക് ഒരുപാട് പേര് അങ്ങനെയാണ്. അപ്പം അത് കാരണം ഇഷാനിക്ക് ഒരു ജാഡ ടൈപ്പ് ആണ് എന്ന് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ തോന്നാറുണ്ട്. മനസ്സിലായി. ഈ അടുത്ത കാലത്തായി ഇത് ഹൻസു ആൻസർ പോയ ഈ അടുത്ത കാലത്തായിട്ട് അഹാനയോട് ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്ന കാര്യം ഇതാണ്. അല്ലല്ല, ഏറ്റവും അധികം ആൾക്കാർ ചോദിക്കുന്നില്ലേ. സോ യു കൻ സേ ലൈക്ക് യു ആർ നോട്ട് ആസ്കിങ് ഇറ്റ്, ലൈക്ക് പീപ്പിൾ ആർ ആസ്കിങ്. കല്യാണം. അപ്പൊ അമ്മു എന്താണ് മറുപടി? കല്യാണം എന്ന് കേൾക്കുമ്പോ നടക്കും. അല്ല അങ്ങനെയല്ല, നിങ്ങളൊക്കെ രഹസ്യമാക്കി വെച്ചാലും അച്ഛൻ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന എല്ലാം പൊട്ടിച്ച് മക്കളെ എന്തെങ്കിലും നടക്കാൻ പോകുന്ന. പക്ഷെ ഞങ്ങള് അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു റൂമർ കേട്ടത് സത്യമാണോ അല്ലയോ അത് പറയണം. അതായത് ഞാൻ ഇന്നിങ്ങ് വരുന്ന വഴിക്ക് അഹാന ഇഷാനി ഹൻസിക എന്നൊക്കെ ഒത്തിരി സെർച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഓഗസ്റ്റിൽ അഹാന വിവാഹിതയാകുന്നു എന്നൊരു വാർത്ത കണ്ടു. ഒരു റൂമറാണ്. ആണോ? സത്യമാണോ? സത്യം. ഇതൊക്കെ ഒരു റൂമർ. അമ്മയുടെ ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ഡയലോഗ് എന്താണ്? ഒന്ന് പോയി തരും. എനിക്ക് തലവേദന തരല്ലേ ഞാൻ ചോദിക്കും.
എന്നെ കോളേജുള്ള ഉപദ്രവിക്കാതിരിക്കുവോ? Can you just leave me alone for a second? അമ്മ എപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും എല്ലാവരുടെയും കാര്യത്തിൽ. ആണ്. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിക്കുന്ന അമ്മയാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളെല്ലാം മക്കളുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണോ? അമ്മയ്ക്ക് എന്ന് പറഞ്ഞാല് ആ സ്ട്രെസ്സിൽ അമ്മ എന്തോ സമാധാനം കണ്ടെത്താറുണ്ടെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് സ്ട്രെസ് ഇല്ലെങ്കിൽ ജീവിതം അമ്മയ്ക്ക് വേറെ എന്തോ പോലെയാണ്. കാം ഡൗൺ, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി. ഇങ്ങനെ എല്ലാത്തിനും സ്ട്രെസ് എടുക്കല്ലേ. പക്ഷെ ഓവർ ദ ഇയേഴ്സ് ഐ ഹവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് അമ്മ ഈ കെയോസിലാണ് ത്രൈവ് ചെയ്യുന്നത്. എല്ലാം ഭയങ്കര സമാധാനമായിട്ടിരുന്ന എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അതൊരു എന്തോ ഒരു എന്താ ഒരു ഡിസ്കംഫർട്ട് അതിൽ തോന്നുന്നു. അപ്പം ഈ സമാധാനക്കുറവ് അമ്മയുടെ ഒരു കൂടപ്പുറപ്പായി മാറിയിരിക്കുകയാണ്. ഹൻസികയോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാറുള്ള ഒരു ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? മൂന്ന് പേരും അവരവരുടെ ലൈഫ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഹൻസ് എന്നായിരിക്കും ഇങ്ങനെ ഒരു പുതിയ ന്യൂസുമായിട്ട് ഇവരെ ഞെട്ടിക്കാൻ പോകുന്നു. കാരണം ചിലതൊക്കെ കാണാൻ നമുക്ക് തന്നെ തോന്നുമല്ലോ ഇതൊക്കെ എത്ര പോവാൻ. അതെ, ഇതൊക്കെ എത്ര കണ്ടിട്ടുണ്ട്. അഹാനയുടെ കൂടെ ആർക്കും കിടക്കാൻ താല്പര്യമില്ല, അതിനൊരു കാരണമുണ്ട് എന്ന് കേട്ടു. എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു പില്ലോ വെക്കണം. അപ്പൊ തന്നെ ബെഡ് സൈസ് തീരും. സത്യത്തിൽ ഇപ്പൊ ഈ അഹാന വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ മൊത്തത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള മറ്റേ അമ്മൂപ്പ എത്തും. എന്റെ മിക്സി, എന്റെ ഗ്രൈൻഡർ, അതാണ്. വൈദ്യരത്നം കുങ്കുമാതി തൈലം, കുങ്കുമത്തിനൊപ്പം തിളങ്ങട്ടെ സൗന്ദര്യം.